BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയിലെ വഴിപാടുകളും കാണിക്കയും ഗസ്റ്റ് ഹൗസ് മുറി ബുക്ക് ചെയ്യുന്നതും അടക്കമുള്ള മുഴുവൻ സംവിധാനവും ഒരു കുടക്കീഴിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ ഒരുക്കാൻ നടപടികൾ ആരംഭിച്ചു. ഇപ്പോഴത്തെ വെർച്വൽ ക്യൂ സംവിധാനത്തിന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് തിരക്കില്ലാത്ത സമ്പ്രദായം സുഗമമായ തീർത്ഥാടനം നടത്താനുള്ള പ്രത്യേക സംവിധാനവും നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. മുൻ IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ സന്തോഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രോജക്ട്സ് മാനേജ്മെന്റ് യൂണിറ്റാണ് ശബരിമലയിലെ ഡിജിറ്റൽ വൽക്കരണം നടപ്പിലാക്കുക. അടുത്ത 2 വർഷം കൊണ്ട് 33.25 കോടി രൂപ ചെലവിട്ടാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുക. നിവേദ്യങ്ങളും വഴിപാടുകളും അടക്കം എല്ലാ സംവിധാനത്തിനും QR കോഡ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനവും ഉറപ്പാക്കും. ഓരോ തീർത്ഥാടകനും പുറപ്പെടുന്നത് മുതൽ ദർശനം നടത്തുന്നത് വരെയുള്ള യാത്രാപഥവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തിരക്കില്ലാത്ത വൻ ക്യൂ ഇല്ലാതെ തൊഴാൻ കഴിയുന്ന രീതിയിൽ നിശ്ചിത സമയവിന്യാസം എന്നിവ തിരുപ്പതി അടക്കമുള്ള മഹാക്ഷേത്രങ്ങളുടെ മാതൃകയിൽ ഒരുക്കാനാണ് ശ്രമം. നിവേദ്യത്തിനും വഴിപാടുകൾക്കും ഇപ്പോൾ വേണ്ടിവരുന്ന നീണ്ട ക്യൂ പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. ക്ഷേത്രത്തിലെ വഴിപാടുകളും നിവേദ്യങ്ങളും അടക്കമുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഡിജിറ്റലൈസ് ചെയ്യുന്നില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ്. തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനം ആണ് ഒരുക്കുന്നത്. ഗസ്റ്റ് ഹൗസുകളിലെ മുറിയും ഇനി മുതൽ ഡിപ്പോസിറ്റ് ഇല്ലാതെ മുൻകൂർ വാടകയുടെയും 50 രൂപ സേവനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓൺലൈനായി തന്നെ നൽകാനാണ് നീക്കം. ഇപ്പോൾ 150 മുറികൾ മാത്രമാണ് ഓൺലൈൻ സംവിധാനത്തിൽ ഗസ്റ്റ് ഹൗസിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് 550 മുറികളായി ഉയർത്തും. കൂടാതെ 60 മുറിയുള്ള ഒരു പുതിയ ഗസ്റ്റ് ഹൗസ് കൂടി നിർമ്മിക്കുന്ന കാര്യം കോടതിയുടെ അനുമതിയോടെ തീരുമാനിക്കും. വരുന്ന തീർത്ഥാടന കാലത്ത് നവംബർ 1-ാം തീയതി മുതൽ അവസാനിക്കുന്ന ജനുവരി 30 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാനും സമ്പൂർണമായും പ്രകൃതിക്ക് അനുസൃതമായ തീർത്ഥാടനം ഉറപ്പാക്കാനുമുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇതിനിടെ പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ തീർത്ഥാടകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ അഡീഷണൽ DGP P. വിജയനെ ശബരിമല കോർഡിനേറ്ററായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിലെയും ദേവസ്വം ബോർഡിന്റെയും എല്ലാം നിർമ്മാണ മരാമത്ത് പ്രവർത്തനങ്ങളും നിലവാരമുള്ള എഞ്ചിനീയറിംഗ് ടീം ഓഡിറ്റ് ചെയ്യും. സന്നിധാനത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വാസ്തു അനുസരിച്ച് പുതിയ തീർത്ഥക്കുളം നിർമ്മിക്കും. ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം ഇതിന്റെ പ്ലാൻ തയ്യാറാക്കും. ശബരിമലയിലെ വഴിപാടുകൾക്കുള്ള പൂജാദ്രവ്യങ്ങൾ മുഴുവനും ദേവസ്വം ബോർഡിന്റെ സെൻട്രൽ സ്റ്റോർ വഴി മാത്രമാക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. 2048 വരെയുള്ള പടിപൂജ ബുക്കിംഗ് ആയ സാഹചര്യത്തിൽ ഒരു പടിപൂജയ്ക്ക് 5 പേർക്ക് പങ്കാളികളാകാൻ അവസരമൊരുക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ശബരിമലയിലേക്കുള്ള 7 പ്രധാന സംസ്ഥാന പാതകൾ ദേശീയപാതയാക്കാനും ദേശീയപാത നിലവാരത്തിൽ പുനർനിർമ്മിക്കാനും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായുള്ള ചർച്ചയിൽ തീരുമാനമായി. റോഡിന്റെ വികസനം, നവീകരണം എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകും. ദേശീയപാത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വീതി കൂട്ടൽ, മെച്ചപ്പെട്ട ജലനിർഗമന സമ്പ്രദായം, പാലങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുണ്ടാകും. പാതകളുടെ വളവ് നിവർത്തുകയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസുകൾ ഏർപ്പെടുത്തുന്നതും മെച്ചപ്പെട്ട ദിശാസൂചകങ്ങൾ നൽകുന്നതും ഇതിന്റെ ഭാഗമാണ്. ശബരിമല അയ്യപ്പന് പബ്ലിസിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ട് ഇനി ആഗോള അയ്യപ്പ സംഗമം നടത്തില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരത്തെ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ 6 കോടി രൂപ നൽകാനുണ്ടെന്ന് അവർ ആവശ്യപ്പെട്ടെങ്കിലും ബോർഡിന്റെ മാനദണ്ഡം അനുസരിച്ച് സ്പോൺസർഷിപ്പ് വകയിൽ കിട്ടിയ പണം നൽകി പ്രശ്നം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു വിവാദവും ഇനി ആവർത്തിക്കാതിരിക്കാനും ഉണ്ടാകാതിരിക്കാനുമാണ് ബോർഡ് ശ്രമിക്കുന്നതെന്ന് K. ജയകുമാർ പറഞ്ഞു. ദർശനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും സൗകര്യപ്രദമായ ദർശനം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതിക്ക് ദേവസ്വം ബോർഡ് രൂപം നൽകും. തിരുപ്പതി, വൈഷ്ണോദേവി, കാശി, ഷിർദി സായി തുടങ്ങിയ ക്ഷേത്ര മാതൃകകളിലെ IT ഡിജിറ്റൽ സംവിധാനം പകർത്താനാണ് തീരുമാനം.
ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർക്ക് സംശയങ്ങൾക്ക് ഇമെയിൽ വഴി അവരുടെ ഭാഷയിൽ തന്നെ മറുപടി നൽകാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഈ ഭാഷകളിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായ വഴിയും ദിശയും നൽകാനുള്ള സംവിധാനം, മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. ഇതിനിടെ ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കി പകരം മകൻ കണ്ഠരര് ബ്രഹ്മദത്തരെ അടുത്ത മണ്ഡലകാലത്ത് തന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള ആളാണ് രാജീവര്. അടുത്ത മണ്ഡലകാലത്തെ താന്ത്രിക അവകാശത്തിന്റെ ഊഴം രാജീവർക്കാണ്. ഓരോ വർഷവും കുടുംബത്തിലെ 2 താവഴികൾ മാറി മാറിയാണ് തന്ത്രം നിർവഹിക്കുന്നത്. ഇപ്പോഴത്തെ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ അവകാശം കർക്കിടകത്തിൽ നിറപുത്തിരിയോടെ പൂർത്തിയാകും. ഓഗസ്റ്റ് 16-ന് ചിങ്ങമാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ രാജീവരാണ് തന്ത്രിയായി എത്തേണ്ടത്. അനാരോഗ്യം കാരണമാണ് മകനെ തന്ത്രവൃത്തി ഏൽപ്പിക്കാൻ രാജീവര് കത്ത് നൽകിയിരിക്കുന്നത്. എങ്കിലും നേരത്തെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായി ജയിലിൽ പോയതിനു ശേഷം രാജീവര് ശബരിമലയിൽ എത്തിയിട്ടില്ല. കേസും നിയമ നടപടികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വയം ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമമെന്നാണ് സൂചന. നേരത്തെ കേസിൽപ്പെട്ട മോഹനര് ഒഴിഞ്ഞതിനു ശേഷമാണ് മകൻ മഹേഷ് മോഹനര് തന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്. തന്ത്രിയെ മാറ്റുന്നതിൽ CPM ദേവസ്വം അംഗം എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് സൂചന. ഏതായാലും നിയമോപദേശം തേടിയതിനു ശേഷം മതി തീരുമാനമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നിലപാട്. ഇത്തവണ ശബരിമല മണ്ഡലകാലമെങ്കിലും പരാതിരഹിതമാക്കാനുള്ള പ്രവർത്തനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഭക്തസംഘടനകൾ നേരത്തെ ഒരു പ്രശ്നവുമില്ലാതെ നടത്തിയിരുന്ന അന്നദാനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും കൈയടക്കി വെക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം. സന്നദ്ധ സംഘടനകൾ നന്നായി നടത്തിയിരുന്ന അന്നദാനം വഴി എല്ലാ അയ്യപ്പ ഭക്തർക്കും ഏതു സമയവും ഭക്ഷണം കിട്ടുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്തതോടെ പൂർണ്ണമായും അവതാളത്തിലായതാണ് പരാതി. സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ കോടതിയുടെ കർശനമായ നിലപാടിൽ എല്ലാത്തരം ദുരുപയോഗങ്ങളും മോഷണവും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആറന്മുള ദേവസ്വം സ്ട്രോങ്ങിൽ സൂക്ഷിച്ചിട്ടുള്ള ശബരിമലയിലെ കാണിപ്പൊന്ന് പരിശോധിച്ച് സമഗ്ര മൂല്യനിർണ്ണയം നടത്താൻ ഹൈക്കോടതി നിയോഗിച്ച മുൻ ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരന് ആവശ്യമായ എല്ലാ സഹായവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കണമെന്ന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഏതാണ്ട് 80 ചാക്കുകളായി സൂക്ഷിച്ചിട്ടുള്ള സ്വർണവും വെള്ളിയും മറ്റ് സാധനങ്ങളും വേർതിരിച്ച് മൂല്യം രേഖപ്പെടുത്താനാണ് നിർദ്ദേശം. കഴിഞ്ഞ സെപ്റ്റംബർ 29-നാണ് റിട്ടയർഡ് ജഡ്ജിയെ കോടതി ഇതിനായി നിയോഗിച്ചത്. ആറന്മുള സ്ട്രോങ് റൂമിൽ കാണിപ്പൊന്ന് എന്ന് രേഖപ്പെടുത്തി സൂക്ഷിച്ച 80 ചാക്കുകൾ ജൂലൈ 4-ന് പരിശോധിച്ചപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും പുറമെ മറ്റ് സാധനങ്ങളും കണ്ടെത്തിയിരുന്നു. ഇവ വേർതിരിക്കാതെ കൃത്യമായ മൂല്യനിർണ്ണയം സാധ്യമല്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് സഹായം ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചത്. ഭക്തർ സമർപ്പിക്കുന്ന വിലപിടിച്ച വഴിപാടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി ഹർജി വീണ്ടും ആഗസ്റ്റ് 4-നാണ് പരിഗണിക്കുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.